വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത് അതിൻ്റെ പുതിയ ഹെയർ കെയർ റൂട്ടീനെ പറ്റിയിട്ടാണ്. ഞാൻ എൻ്റെ ഹെയറൊക്കെ കട്ട് ചെയ്ത് കണ്ടില്ലേ കുറേ നാളായി ഞാൻ ഹെയർ ഒന്ന് ഷോർട്ട് ആക്കണം എന്ന് വിചാരിക്കണം. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഹെയർ കട്ട് ചെയ്തത്. പിന്നെ കോളേജിൽ നിന്ന് ട്രിപ്പൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റൈലായിട്ട് കിടന്നോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളതല്ല ഈ ഒരു ഹെയർ കെയർ റൂട്ടീൻ. കുറച്ചായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ഹെയർ കെയർ റൂട്ടീനാണ്. അപ്പോൾ അതാണ് നിങ്ങളുടെ അടുത്ത് കാണിക്കാനായിട്ട് പോകുന്നത്. എൻ്റെ ഹെയറിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു. നന്നായിട്ട് ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു. പിന്നെ ഡ്രൈ ആകുന്നുണ്ടായിരുന്നു, അതുപോലെ തിന്നാക്കുന്നുണ്ടായിരുന്നു ഹെയർ. അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സോൾവ് ആയി വരികയാണ്. അപ്പോൾ അത് ഓരോന്നായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. പിന്നെ ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അത് പല ബ്രാൻഡിൻ്റെയാണ്. ഇതൊരു സ്പോൺസേർഡ് ആയിട്ട് കാണരുത്. പല ബ്രാൻഡിൻ്റെ ജെനുവിനായിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ്, നല്ല പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ അത് ഞാൻ കാണിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യണേന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ഹെയറിൽ നല്ല ചേഞ്ചസ് ഉണ്ട്, നല്ല മാറ്റങ്ങളുണ്ട്. നമ്മുടെ ആ ഒരു ഹെൽത്തി ഹെയർ നമുക്ക് തിരിച്ച് കിട്ടിയ ഒരു ഫീൽ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കാണിക്കുന്നത് ഡാൻഡ്രഫാണ് എൻ്റെ വലിയ പ്രശ്നമായിരുന്നത്. അതും നമ്മുടെ ഇങ്ങനെ സ്കെയിലി ആയിട്ടുള്ള ഡാൻഡ്രഫിൽ തലയിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന പോലത്തെ അങ്ങനത്തെ ഡാൻഡ്രഫാണ്. അപ്പോൾ അത് പോകാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മെഡിക്കേറ്റഡ് ഷാമ്പു ആണ്. ഇത് കുറേ പേരൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും, കേട്ടിട്ടുണ്ടായിരിക്കും. ഇതാണ് ആ ഒരു പ്രൊഡക്റ്റ് വന്നിട്ട്. കണ്ടോ, സെൽസൺ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു മെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഷാമ്പു ആണ്. സെൽസൺ ഷാമ്പു ആണ്. സെലീനിയം സൾഫൈഡ് ടോപ്പിക്കൽ സസ്പെൻഷനാണിത്. അപ്പോൾ ഇത് ഡ്രൈ സ്കാൾപ്പിനും ഉണ്ട്, അതുപോലെ നമ്മൾ നോർമൽ സ്കാൾപ്പിന് യൂസ് ചെയ്യാനുള്ളതുണ്ട്. അപ്പോൾ എനിക്കിനി ഡ്രൈ സ്കാൾപ്പിൻ്റെ വാങ്ങണം. ഞാനിത് യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹെയർ ഡ്രൈ ആകുന്നു. പക്ഷേ എന്താ പറയുക, അത് നല്ലപോലെ ഡാൻഡ്രഫിനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിത് എങ്ങനെ യൂസ് ചെയ്യേണ്ടത് വെച്ചാൽ ഇതെൻ്റെ കഴിഞ്ഞു കണ്ടോ. ഇനി താഴെ കുറച്ച് മാത്രമേ ഉള്ളൂ, കാണുമെന്ന് അറിയില്ല, വളരെ കുറച്ചുള്ളൂ. നെല്ലടിച്ച് ഇങ്ങനെ കാണില്ല, താഴെ കുറച്ചുള്ളൂ. ഞാൻ നല്ല രീതിക്ക് തന്നെ ഇതിങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ ഈ ഒരു ഷാമ്പൂവിൻ്റെ കാര്യം പറയണത്, ഇത് നല്ലപോലെ ഡാൻഡ്രഫ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. നമുക്കിത് യൂസ് ചെയ്യാൻ അറിയാത്തൊരു കുഴപ്പമുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ മടി പിടിച്ചിട്ട് ഇത് യൂസ് ചെയ്യാതെ ഇരിക്കുക. അല്ലാണ്ട് ഹെയർ ലോസ് ഒന്നും മറ്റുള്ളവർ പറയണ പോലെ തോന്നിയില്ല. ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു ഹെയർ ലോസ് ഉണ്ടാവും. പിന്നെ ഇത് കണ്ടിന്യൂസ്ലി നമ്മൾ യൂസ് ചെയ്ത് നമ്മളൊരു ഇടവേള, ഒരു എന്താ പറയുക, ഒരു ഗ്യാപ്പിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ വലിയൊരു മാറ്റം, അതായത് വലിയൊരു ഹെയർ ലോസ് ഒന്നും നമുക്ക് ഉണ്ടാവില്ല. പക്ഷെ നല്ലപോലെ ഡാൻഡ്രഫ് പോവുകയും ചെയ്യും. ആഴ്ചയിൽ നമ്മൾ ഇടവിട്ട് 2 ദിവസം കറക്റ്റ് നമ്മളിപ്പോൾ അത് ശരിക്കും നോട്ട് ചെയ്ത് വെക്കുക, ഇന്ന ദിവസം നമ്മളിത് യൂസ് ചെയ്യും. അങ്ങനെ തന്നെ നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പോൾ മൺഡേയും ട്യൂസ്ഡേയും യൂസ് ചെയ്യുമെന്ന് പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുക. മൺഡേ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ട്യൂസ്ഡേ യൂസ് ചെയ്യുക. ആഴ്ചയിൽ 2 തവണ അല്ലെങ്കിൽ 3 തവണ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നല്ലോണം ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ നമുക്ക് 3 തവണ യൂസ് ചെയ്യാം. അങ്ങനെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുക, ഇടയ്ക്ക് വെച്ച് വിട്ടുപോകരുത്. സ്ഥിരമായിട്ട് യൂസ് ചെയ്യുക. ഡാൻഡ്രഫ് അങ്ങനെയും വിട്ടുപോയില്ല നമ്മുടെ തലയിൽ നിന്ന്, കംപ്ലീറ്റ് ആയിട്ട് പോകുന്നില്ല. അപ്പോൾ നല്ല രീതിക്ക് മാറ്റി നിർത്താൻ, ആ ഒരു ഇച്ചിനെസ് ഒക്കെ ഇല്ല, അതൊക്കെ മാറ്റി നിർത്താൻ ഈ ഒരു പ്രൊഡക്റ്റ് നല്ല പ്രൊഡക്റ്റാണ്. എനിക്കിത് 2ാമത് വാങ്ങിക്കണം, കാരണം എൻ്റെ അത്രയും തീർന്നിട്ടുണ്ട് ഇത്. അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റം കാണും. ഹെയറിൽ ഗ്രോത്ത് ഉണ്ടാക്കും. നമ്മുടെ ഡാൻഡ്രഫ് കാരണം നമ്മുടെ കുറേ മുടി പോവും. അപ്പോൾ ആ ഒരു ഇതിന് മാറ്റം കിട്ടാനായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് വളരെ നല്ലതാണ്. ഇത് നന്നായിട്ട് തോന്നി. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇവിടെ ഡ്രൈ സ്കാൾപ്പ് ആണെങ്കിൽ ഇതിൻ്റെ ഡ്രൈ സ്കാൾപ്പിനുള്ള പ്രൊഡക്റ്റ് കിട്ടും, അത് വാങ്ങി യൂസ് ചെയ്യുക കേട്ടോ. ഒത്തിരി ഹെയർ ലോസ് നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. കാരണം എനിക്ക് ആദ്യത്തെ 2-3 തവണ ഫസ്റ്റ് വീക്ക് ഞാൻ യൂസ് ചെയ്ത 3 വട്ടം എനിക്ക് ഹെയർ ലോസ് ഉണ്ടായിരുന്നു. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് വല്ലാണ്ടുള്ള ഹെയർ ലോസിൽ എനിക്ക് ഓൾറെഡി ഹെയർ ലോസ് ഉണ്ട്. ഒരുവിധം ഹെയർ എൻ്റെ ലോസ് ആവാറുണ്ട്. ഡെയിലി എന്ന് പറയണ പോലെ അത്യാവശ്യത്തിന് ഹെയർ കൊഴിയാറുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇത് യൂസ് ചെയ്യുമ്പോഴും കൊഴിയണുള്ളൂ, വലിയ മാറ്റമില്ല. നിങ്ങൾക്ക് അതപ്പോൾ വല്ലാണ്ട് പറ്റണില്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യണ്ട കേട്ടോ. ഞാനിതാണ് യൂസ് ചെയ്യണത്. നിങ്ങളിത് തന്നെ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയണില്ല. വേണ്ടവർക്ക് ലിങ്ക് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കുറേ വിലയും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇത് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഷാമ്പു ആണ്. യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന പോലെ തന്നെ ആ ഒരു രീതിയിൽ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ഇനി അടുത്തതായിട്ട് ഈ ഷാമ്പു യൂസ് ചെയ്യാത്ത ദിവസങ്ങളുണ്ടാകുമല്ലോ, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാത്ത സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ആണിത്.
ഇത് എങ്ങനെയാണെന്നറിയോ, ബെയർ അനാട്ടമിയുടെയാണ്. ഒത്തിരി റിവ്യൂസുള്ള നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇതിനും കുറേ നല്ല റിവ്യൂസ് ഉണ്ട് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഹെയർ ലോസ് ആണ് ആൾക്കാർ പറയുന്നത് കേട്ടോ. പക്ഷേ എനിക്കിത് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് തോന്നി. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അടുത്തത് ബെയർ അനാട്ടമിയുടെ ഈ ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു. ഇതാണ് ഞാൻ ഈ ഒരു ഷാമ്പു യൂസ് ചെയ്യാത്ത സമയത്ത്, നമ്മൾ നോർമൽ കാഷ്വലായിട്ട് ഹെയറൊക്കെ വാഷ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഒരു ഷാമ്പു ആണിത്. ഇത് മെഡിക്കേറ്റഡ് ഷാമ്പു ഒന്നല്ല, പക്ഷേ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ആണ്. ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ കണ്ടീഷണറിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നാറില്ല. കാരണം അത്രയും സോഫ്റ്റ് ആൻഡ് സിൽക്കി ആക്കുന്നുണ്ട് ഹെയറിനെ. വല്ലാണ്ട് തിന്നാക്കുന്ന ഷാമ്പൂസ് ഹെയറിനെ ഭയങ്കര തിന്നാക്കുന്ന, ഭയങ്കര ഒട്ടിങ്ങനെ കെടുത്തില്ല, അങ്ങനത്തെ ഷാമ്പൂസ് എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ ഇത് അത്യാവശ്യം നല്ലൊരു ഷാമ്പു ആണ് കേട്ടോ, ബെയർ അനാട്ടമിയുടെ. ഇത് എന്ത് ഷാമ്പു ആണ്, 100% ഡാൻഡ്രഫ് റിഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അത്രയൊന്നും ഇത് അത്രയ്ക്കൊന്നും ഡാൻഡ്രഫ് കളയുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. ഇത് ഹെയറിനെ നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആക്കുന്നുണ്ട്, പിന്നെ ഡാൻഡ്രഫ് കളയുന്നുണ്ട്. പക്ഷെ ഒരുപാട് ഇത് കളയുന്ന അത്രയ്ക്കൊന്നും, ഇത് ഡാൻഡ്രഫിനെ തുടച്ച് മാറ്റും. നമ്മൾ 3 തവണ ആഴ്ചയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പ് നല്ല ക്ലിയർ ആകും. പിന്നെ നമുക്ക് സ്കാൽപ്പിലോട്ട് എന്ത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. നല്ല ഓയിലുകൾ കാര്യങ്ങൾ ഒക്കെ സ്കാൽപ്പിലോട്ട് അപ്ലൈ ചെയ്യാം, നല്ല ക്ലീൻ ആക്കി വെച്ചിട്ട്. നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഗ്രോത്തും നമ്മുടെ ഹെയറിന് ഉണ്ടാകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. ഒരു പ്രൊഡക്റ്റ് ഇതാണ്. ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഇപ്പോൾ ഹെയറിൽ യൂസ് ചെയ്യുന്നതാണ്. വല്ലാണ്ട് ട്രൈ ആക്കുക. അതെന്താണ് ഞാനിത് വാങ്ങിയതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു ഷാമ്പു യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഡ്രൈ സ്കാൽപ്പിനുള്ളതാണോ നോർമൽ സ്കാൽപ്പിനുള്ളതാണോ. ഞാൻ ഡ്രൈ സ്കാൽപ്പിന് വാങ്ങിയതെന്ന് വെച്ചാൽ കുഴപ്പമില്ലായിരുന്നു, ഇത് നോർമൽ സ്കാൽപ്പിനുള്ളതാണ്. അപ്പോൾ എൻ്റെ ഹെയർ ഡ്രൈ ആകണമെന്ന് പറഞ്ഞില്ലേ, ആ ഒരു സമയത്ത് യൂസ് ചെയ്യാനായിട്ട് അടിപൊളി ഹെയർ സെറാണിത്. പല ഹെയർ സെറം യൂസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഹെയറിൽ. പക്ഷേ ഹെയർ സെറം യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് പറയുക, നമ്മുടെ ഹെയർ തിന്നാവും. അത് നമ്മൾ ശ്രദ്ധിക്കില്ല. അത്യാവശ്യം നമ്മുടെ ഇടയ്ക്ക് കട്ടിയുണ്ടെങ്കിൽ ഹെയർ സെറം യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഹെയർ വല്ലാണ്ട് തിന്നായി വരും. അതെനിക്ക് പല ഹെയർ സെറം യൂസ് ചെയ്തിട്ടും എനിക്ക് ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട് അത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നല്ല റിവ്യൂസ് ഉള്ള അത്യാവശ്യം നല്ലൊരു ഹെയർ സെറാണ്. കുറേ ഒന്നും ഹെയറിൽ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ എന്നാണോ ആ ഒരു ഷാമ്പു സെൽസൺ ഷാമ്പു യൂസ് ചെയ്യുന്നത്, ആ ഒരു ദിവസം ട്രൈ ആക്കുമ്പോൾ ഞാൻ കുറച്ച് കയ്യിലെടുത്ത് അപ്ലൈ ചെയ്യും. ഇത് എൻ്റെ ഹെയറിന് തിന്നിങ് ഒന്നും ആക്കുന്നതായിട്ട് എനിക്ക് തീരെ ഫീൽ ചെയ്തിട്ടില്ല. അത് നല്ലൊരു സെറായിട്ട് തോന്നും. ഒരുപാട് റിവ്യൂസ് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അത്രയും റേറ്റിംഗ് ഉള്ളൊരു പ്രൊഡക്റ്റാണ് ഈ ഒരു സെറം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സെറം ഞാനിപ്പോൾ റീസെൻ്റ്ലി എൻ്റെ ഹെയറിൽ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. മറ്റ് കുറേ സെറം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും എന്താ പറയുക വല്ലാണ്ട് തിന്നാക്കുക ഹെയറിനെ, അങ്ങനത്തെ ഒന്നും ഒട്ട ഹെയർ ഗ്രീസി ആക്കുക അതൊന്നും എനിക്കിതിൽ തോന്നിയിട്ടില്ല കേട്ടോ. ചിലത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് വല്ലാണ്ട് തലവേദന എടുക്കും, ചിലതിൻ്റെ സ്മെല്ലൊക്കെ. പക്ഷെ ഇത് നല്ലൊരു സെറായിട്ട് എനിക്ക് തോന്നി. ഇനി അടുത്തത് ഞാൻ ഹെയർ കെയറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു പ്രൊഡക്റ്റ്. അപ്പോൾ ഇത്രയും പറഞ്ഞത് ഒക്കെ വാങ്ങിക്കാവുന്ന പ്രൊഡക്ട്സ് ആണ് കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ എസെൻഷ്യൽ ഓയിലാണ്. ഇത് നിങ്ങൾ ഒത്തിരി കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് സോൾ ഫ്ലവറിൻ്റെ റോസ്മേരി ഓയിലാണ്. ഇത് എങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഇത് ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ. ഞാൻ ഇത്രയും വീഡിയോസിൽ കണ്ടപ്പോൾ ഇത് ഇത്രയും പ്രൊമോഷനാണെന്ന് കരുതി, വല്ലാണ്ട് എഫക്റ്റീവ് ആയിരിക്കും അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇത് വാങ്ങി യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഇത് കിടു സാധനമാണ്. ഇതിൻ്റെ ലീവ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇത് വാങ്ങിക്കണം ഞാൻ ഒരിക്കലും പറയണില്ല. ഇതിൻ്റെ ലീവ്സ് നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള ലീവ്സ് നമുക്ക് ആയുർവേദ കടകളിൽ ഷോപ്പുകളിൽ അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ വാങ്ങി വെക്കുകയും തൈ നട്ടിട്ട് ഇലകൾ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഓർഗാനിക് ആയിട്ടുള്ള ലീവ്സ് നമുക്ക് ആമസോണിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. അങ്ങനെ വാങ്ങി നിങ്ങൾക്ക് എണ്ണയിലൊക്കെ ഇട്ട് അല്ലെങ്കിൽ സ്പ്രേ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. കിടു സാധനം ഭയങ്കര എഫക്റ്റീവാണെന്ന് ഞാൻ കേട്ടു. എൻ്റെ ഫ്രണ്ട്സ് ലീവ്സ് യൂസ് ചെയ്തിട്ടും നല്ല എഫക്റ്റീവാണെന്ന് പറയുന്നുണ്ട്. ഇതും ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത്രത്തോളം എന്തായാലും യൂസ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇത്രത്തോളം ഇതിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടം വരെത്തി. ഇത് നമ്മൾ ഡ്രോപ്സ് ആയിട്ടാണ് കേട്ടോ യൂസ് ചെയ്യണത്. അതായത് 5 ഡ്രോപ്സ് 6 ഡ്രോപ്സ് ഒക്കെ നമ്മൾ ഒന്നല്ലെങ്കിൽ ഞാൻ മിക്കവാറും സ്പ്രേ ആയിട്ടാണ് യൂസ് ചെയ്യണത്. അതായത് ഇപ്പോൾ ഇന്ന് തലേദിവസം നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിച്ച് ആ വെള്ളത്തിലോട്ട് ഒരു 5 ഡ്രോപ്സ് ആഡ് ചെയ്ത് സ്പ്രേ ബോട്ടിലാക്കി ഹെയറിൽ സ്പ്രേ ചെയ്ത് അത് ഡ്രൈ ആക്കി കിടന്നുറങ്ങും. എന്നിട്ട് പിറ്റേ ദിവസം വാഷ് ചെയ്ത് കളയും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ ഞാനിത് ചെയ്യുന്ന പാക്കായിട്ട് യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന പാക്കില്ലേ, ജസ്റ്റ് സിമ്പിളായിട്ടൊരു പാക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ എഗ്ഗിൻ്റെ വൈറ്റ്, മുട്ടയുടെ വെള്ളം എടുത്തിട്ട് അതിലോട്ട് ഇതൊരു 5 ഡ്രോപ്പ് ഇറ്റിച്ചിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഹെയറിൽ, നമ്മുടെ സ്കാൾപ്പിലും ഹെയറിലൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 1 അവർ കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയുക. വളരെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പാക്കാണ്. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നത് വിചാരിക്കുന്നു. ഹെയർ ലോസിനൊക്കെ നല്ല മാറ്റം എനിക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. നമ്മുടെ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറയട്ടെ, കുറച്ച് ദിവസം കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തിട്ട് പിന്നെ നിർത്തരുത്. എൻ്റെ ഹെയറിന് മാറ്റില്ല എന്നൊന്നും പറഞ്ഞ് നിർത്തരുത്, സ്റ്റോപ്പ് ചെയ്യരുത്. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 2 മാസം അടുപ്പിച്ച് നിങ്ങൾ ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ യൂസ് ചെയ്യുന്നത്. സ്ഥിരം യൂസ് ചെയ്യണം കേട്ടോ. സ്ഥിരം യൂസ് ചെയ്യേണ്ട. വീക്കിലി 4 ടൈംസ് ഒക്കെ യൂസ് ചെയ്യാം.
അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഇന്ന് യൂസ് ചെയ്ത് നാളെ വേണ്ട മറ്റന്നാൾ യൂസ് ചെയ്യുക, അങ്ങനെ യൂസ് ചെയ്ത് നോക്കുക. ഒരു 2 മാസം അങ്ങനെ അടുപ്പിച്ച് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഹെയറിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾ വിട്ടേക്കാട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റ്. ഇനി ഞാൻ വാങ്ങിയിട്ടുള്ളത് കണ്ടോ ഈ ഒരു സൈറ്റാണ്, ഈ ഒരു ഐറ്റം. ഇതെന്താ സംഭവം എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് ഡെർമാ റോളറാണ്. ഇത് 1.5 mm വരുന്ന നീഡിലുള്ള റോളറാണ് കേട്ടോ. ഞാൻ പുറത്തിരുന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് കുറേ സൗണ്ട് വരുന്നുണ്ട് പുറത്തെ, എനിക്ക് ഡിസ്റ്റർബിങ് ആകുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഒരു ഡെർമാ റോളർ ഉണ്ടോ, ഈ ഒരു ഡെർമാ റോളർ ഞാൻ ഹെയറിൽ യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. ഇത് ഫേസിൽ നമുക്ക് യൂസ് ചെയ്യാം. 0.5 mm ആകുമ്പോൾ നമുക്ക് ഫേസിലും ഹെയറിലും ഒക്കെ യൂസ് ചെയ്യാം, സ്കാൽപ്പിൽ യൂസ് ചെയ്യാം. വീക്കിലി വൺസ് യൂസ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. യൂസ് ചെയ്തിട്ട് അതിൻ്റെ അപ്ഡേറ്റ്സ് പറയാം. യൂസ് ചെയ്ത് നോക്കണമെന്നുണ്ട്, ഭയങ്കര എഫക്റ്റീവാണെന്ന് പറയുന്നു. ഡോക്ടേഴ്സൊക്കെ പലർക്കും സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു യൂസ് ചെയ്ത് നോക്കാമെന്ന്. ഇത് പണ്ടേ അറിഞ്ഞിട്ടുള്ള സാധനമാണ്, പക്ഷെ ഞാനിപ്പോഴാണ് ഇത് വാങ്ങി ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് ഹെയറിൽ, സ്കാൽപ്പിൽ. അപ്പോൾ ഇതും കൂടെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യമൊക്കെ അറിയില്ല, യൂസ് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാണ് എൻ്റെ പുതിയ ഹെയർ കെയർ റുട്ടീൻ. ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ ഹെയർ കെയർ റുട്ടീനിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക, വേണ്ടവർ വാങ്ങിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാനായിട്ട് മറന്നുപോയി, നമ്മുടെ ആമസോണിൽ ഫാഷൻ ഡേ സെയിൽ നടക്കുന്നുണ്ട്. 16th തുടങ്ങി 20th ഫെബ്രുവരി വരെയാണുള്ളത്. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക, എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. ഓക്കെ, ബൈ.